ഗുഡ് മോർണിംഗ്. എക്സസൈസ് നമ്പർ 3 കമ്പോണന്റ് എക്സസൈസ് നമ്പർ 3 കമ്പോണന്റ് നമ്പർ 3 ചെയ്യാൻ പോവാണ്. ഇതിൽ തന്നിട്ടുണ്ടെങ്കിൽ 25 റേഡിയസ് ഉള്ള 3 ചെറിയ സർക്കിളുകൾ, അതിനെ ചുറ്റി 50 ഡയമീറ്റർ ഉള്ള 3 സർക്കിൾ, അതിനെ 40 mm ഫില്ലറ്റ് ഇട്ട് യോജിപ്പിച്ചിരിക്കുകയാണ്. അതേപോലെ അടിയിലുള്ള ഈ ആർക്കിന്റെ ലെങ്തോ ഡിസ്റ്റൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. പിന്നെ 12 mm ഒരു ഹെക്സാഗൺ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അസ്യൂം ചെയ്യുക, സ്യൂട്ടബിൾ ആയിട്ട് അസ്യൂം ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, ആദ്യം 25 mm ഡയയുടെ ഒരു സർക്കിള്, അതിന് ചുറ്റിപ്പറ്റി 50 ഡയയുടെ സർക്കിള്. അപ്പൊ ഈ സർക്കിളും തമ്മിൽ നമുക്ക് ഒരു 50 mm 100 mm ഡിസ്റ്റൻസ് ഉണ്ടെന്ന് നോക്കാം. 50 കൂടുതലാണെങ്കിലല്ലേ ഇവിടെ ഒരു ഫില്ലറ്റ് വെച്ച് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 100ഉം താഴേക്ക് 100ഉം ഡിസ്റ്റൻസ് ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് നമുക്ക് വരയ്ക്കാം. ഞാൻ ആദ്യമേ യൂണിറ്റ്സും ലിമിറ്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് 100 എടുത്ത്, താഴേക്ക് 100 എടുത്ത്, സൈഡിലേക്ക് 100, മുകളിലേക്ക് 100, എൻ്റർ. ഇനി സർക്കിൾ എടുത്ത് റേഡിയസ് 25 സ്പെസിഫൈ ചെയ്ത്, അടുത്തത് ഒരു സർക്കിളും കൂടി എടുത്ത് റേഡിയസ് 25 സ്പെസിഫൈ ചെയ്ത്. ഇനി ഞാൻ ഒരു മിറർ കമാൻഡ് വെറുതെ യൂസ് ചെയ്യാണ്. മിറർ സർക്കിൾ, എൻ്റർ. സ്പെസിഫൈ ദി ഫസ്റ്റ് പോയിന്റ് ഓഫ് മിറർ ലൈൻ, സ്പെസിഫൈ ദി സെക്കൻഡ് പോയിന്റ് ഓഫ് മിറർ ലൈൻ. നമുക്ക് ഇവിടെ സർക്കിൾ കിട്ടി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് 100 എടുത്തിട്ട് ഇവിടെ വരച്ചാലും മതി. സെയിം ഇത് തന്നെയാണ്. ഞാൻ വേറെ മെത്തേഡ് നോക്കിയാണ്. എൻ്റർ കൊടുത്തില്ലായിരുന്നു, സോറി. സർക്കിൾ സെന്റർ 50, സർക്കിൾ സെന്റർ 50. ഇനി അടുത്തത് ഈ ഫില്ലറ്റ് 40 mm ആണ്. അപ്പൊ നമ്മൾ ഫില്ലറ്റ് കമാൻഡ് എടുത്ത് റേഡിയസ് സെലക്ട് ചെയ്ത് 40 കൊടുത്ത്, ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ, ഫില്ലറ്റ്, എൻ്റർ, ഫില്ലറ്റ്, ഫസ്റ്റ് സർക്കിൾ, സെക്കൻഡ് സർക്കിൾ. ഇനി ഇവിടെ ഒരു ആർക്ക് ഉണ്ട്. ആ ആർക്കിന് സെപ്പറേറ്റ് എത്രയെന്നൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. അപ്പൊ ഞാനൊരു 175 എടുക്കുകയാണ്. ഞാൻ ആദ്യം 150 ഇട്ട് വരച്ച് നോക്കി, അത് ശരിയാവുന്നില്ല. അപ്പൊ ഞാൻ 3 പോയിന്റ് ആർക്ക് എടുത്ത് അതിൽ ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഇവിടെ കൊടുക്കാണ്, സർക്കിളിന്റെ ഈ ഭാഗത്ത് കൊടുത്ത്, സെന്റർ പോയിന്റ് ഈ സർക്കിൾ ഇതിന്റെ ഇവിടെ കൊടുത്ത്, ലാസ്റ്റ് പോയിന്റ് എൻ്റർ അടിച്ചു. ഇനി നമുക്ക് ഇതിന്റെ സെന്ററിൽ ഒരു ഹെക്സഗൺ വേണം. അപ്പോ പോളിഗന്റെ സെലക്ട് ചെയ്ത് സ്പെസിഫൈ ദി നമ്പർ ഓഫ് സൈഡ്, ഇവിടെ 6 കൊടുക്കാണ്. സ്പെസിഫൈ ദി സെന്റർ ഓഫ് ദി പോളിഗൺ, ഇൻസ്ക്രൈബ്ഡ് ആണോ സർക്കംസ്ക്രൈബ്ഡ് ആണോ എന്ന് ചോദിക്കണേ. നമുക്ക് ഐ കൊടുക്കാം. സ്പെസിഫൈ ദി റേഡിയസ് ഓഫ് ദി സർക്കിൾ, സർക്കിളിന്റെ റേഡിയസ് 12 mm സൈഡാണ്. അപ്പോ 12 mm സൈഡ് ആകുമ്പോ അതിന്റെ ഇൻസ്ക്രൈബ്ഡ് റേഡിയസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 12 തന്നെ ആയിരിക്കും. ഇത്രയായി. നമ്മൾ ട്രിം കമാൻഡ് എടുക്കുകയാണ്. ട്രിം എടുത്ത്
എക്സസ് പാർട്ടുകളൊക്കെ ട്രിം ചെയ്ത് കളയാം.